തിരുവനന്തപുരത്ത് നന്ദാവനത്ത് AR ക്യാമ്പിന് സമീപം ഒരു വാഹനാപകടം ഉണ്ടായി. അമിത വേഗത്തിലെത്തിയ കാറ് 2 സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചു. കാർ ഓടിച്ച യുവാവ് മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ. തിരുവനന്തപുരം നന്ദാവനത്താണ് ഇന്നലെ അപകടമുണ്ടായത്. വലിയൊരു അപകടമാണ് നടന്നത്. ഈ മ്യൂസിയം ഭാഗത്ത് നിന്ന് നന്ദാവനം ഭാഗത്തേക്ക് വരുമ്പോൾ AR ക്യാമ്പിന് സമീപമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറ് ഇടിച്ചു കയറിയത്. ഈ AR ക്യാമ്പിന് സമീപത്തെ AR ക്യാമ്പിന്റെ മതിലും ഒപ്പം ഇവിടെ നിന്നിരുന്ന ഒരു വലിയ മരത്തിനും ഇടയിലേക്കാണ് ഈ ഒരു സാൻഡ്രോ കാറ് ഇടിച്ചു കയറിയത്. അമിത വേഗതയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്ത് ഇവിടെ 2 സ്കൂട്ടറുകൾ പാർക്ക് ചെയ്തിരുന്നു. ആ പാർക്ക് ചെയ്യുന്ന സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷമാണ് ഈ മതിലിനും ഒപ്പം ഈ മരത്തിനും ഇടയിലേക്ക് ഈ കാറ് ഇടിച്ചു കയറിയത്. 3 പേർ ഈ കാറിൽ ഉണ്ടായിരുന്നു. 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കാർ ഓടിച്ചിരുന്ന ഈ യുവാവ് മദ്യപിച്ചിരുന്നു എന്നതാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. ഈ മദ്യക്കുപ്പികളും ഒക്കെ തന്നെ ഈ കാറിന്റെ ഉൾഭാഗത്ത് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. തുടർന്ന് ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് ആ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവർക്ക് ഈ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റ ഇവരെ മാറ്റിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന 2 വാഹനങ്ങളിൽ ഒരു സ്കൂട്ടർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂട്ടർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് തൊട്ടപ്പുറത്ത് ആ സ്കൂട്ടർ കാണാം. ആ സ്കൂട്ടറാണ് ഈ ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. ഈ സ്കൂട്ടർ ഈ അപകടം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാർക്ക് ചെയ്ത് തൊട്ടപ്പുറത്തെ കടയിലേക്ക് പോയ വ്യക്തിയുടെ സ്കൂട്ടറാണ് ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത്. ഈ തലനാരിഴയ്ക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി കൂടി നമുക്ക് ഇപ്പോൾ നമ്മുടെ 24നോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഏട്ടാ ഇന്നലെ സംഭവിച്ചത്? എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ ഈ നീതി പോലീസ് സഹകരണ സംഘത്തിൻ്റെ നീതി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റാണ് എൻ്റെ മകൾ. അപ്പോൾ 9 മണിക്കാണ് ഈ ഷോപ്പ് അടയ്ക്കുന്നത്. അപ്പോൾ മകളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാനൊരു 8:45 കൂടി വണ്ടി വന്ന് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ കടയുടെ ആ ഭാഗത്ത് പോയിരുന്നു. ആ സമയത്ത് ഒരു 9-9:15 ഒരു വലിയ ശബ്ദം, ഷട്ടറെല്ലാം ഇട്ടതിന് ശേഷം കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ വലിയൊരു ശബ്ദം കേട്ടപ്പോൾ എനിക്ക് അപകടം എന്തോ സംഭവിച്ചതായിട്ട് തോന്നി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ട് അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി ഓടുകയും കാറിൻ്റെ ബാക്ക് ഡോറ് സ്പേസ് ഉള്ളതുകൊണ്ട് വലിച്ചു തുറക്കുകയും ചെയ്തു. ഈ സമയത്ത് ബാക്ക് സൈഡിൽ ആരെയും കണ്ടില്ല. 3 പേരും ഫ്രണ്ടിലാണ് ഉണ്ടായിരുന്നത്. 2 യുവതികളും ഒരു യുവാവുമാണ്. ഉടൻ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസിനെ വിവരം അറിയിച്ചു. അപ്പോൾ ഈ വണ്ടി എൻ്റെ വാഹനത്തിൽ വണ്ടി വന്ന് ഇടിച്ചതിന് ശേഷമാണ് ഇത് ഡൈവേർഷൻ വന്ന് നമ്മുടെ AR ക്യാമ്പിൻ്റെ ഭാഗത്തേക്ക്. അപ്പോഴത്തേക്ക് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ മകളെ വിളിച്ച് ഇറക്കുന്നതിന് മിനിറ്റുകൾക്ക് 1-2 മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ അപകടം സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഈ വണ്ടിയിൽ ഇടിച്ച സ്ഥിതിക്ക് ഞാനും എൻ്റെ മകളും. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. നന്ദാവനം AR ക്യാമ്പിന്റെ മുൻപിൽ അപകടമുണ്ടായി. അമിത വേഗത്തിൽ വന്ന കാർ ഒരു സ്കൂട്ടറും ഒക്കെ ഇടിച്ച് തെറിപ്പിച്ചു എന്നാണ്. ഡ്രൈവ് ചെയ്ത യുവാവ് മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരം.